ഹലോ, എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയായിരുന്നു അല്ലേ, നമ്മുടെ ശ്രീനി സാറ് പുതിയൊരു ദൗത്യം വിക്രമിനെയും ടീമിനെയും ഏൽപ്പിക്കുന്നുണ്ട്. അവരതിൻ്റെ അന്വേഷണത്തിനായിട്ട് ഇറങ്ങി. അങ്ങനെ ആ ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ മേടിച്ച് കുറച്ചും കൂടി സാമ്പിളുകളെല്ലാം കളക്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മുടെ വേദ ശ്രീനി സാറിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഈ ഒരു രംഗമാണ് നമ്മൾ കണ്ട് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അതുവരേക്കും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വേദ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു വരികയാണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ കണ്ടപ്പോൾ വേദ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ചു. അപ്പോൾ ഓട്ടോ അടുത്തെത്തിയപ്പോൾ അതിനകത്ത് ഓട്ടോ ആരാ ഓടിക്കുന്നത്? നമ്മുടെ രാധയാണ്. എന്തായാലും രാധയും കൊണ്ട് ഇന്ന് ശ്രീനിസാറിൻ്റെ അടുത്ത് പോയാൽ അതെല്ലാ പേരും അറിയും. അപ്പോൾ വളരെ സേഫായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വേദ, ആരും അറിയാണ്ടാണ് പോകുന്നത്. അപ്പോൾ രാധ പറയും, നീ കൈ കാണിച്ചിട്ട് കയറാത്ത എന്താണ്? നീ പൊക്കോ, എനിക്ക് നിൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല, ഞാൻ വേറെ ഓട്ടോ പിടിച്ചോളാം എന്ന് വേദ പറയുന്നുണ്ട്. അത് പറ്റില്ല, കൈ കാണിച്ച് നിർത്തി കഴിഞ്ഞിട്ട് ഓട്ടോയിൽ കയറുമ്പോൾ നീ ഓട്ടോ യാത്രിക, ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ, നീ ഓട്ടോ ഓടി കഴിയുമ്പോൾ പൈസ തരിക, അല്ലാണ്ട് നമ്മൾ തമ്മിലുള്ള വിരോധമൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് നമ്മുടെ രാധ പറയുന്നുണ്ട്. വേദ എന്ത് ചെയ്താലും രാധയുടെ ഓട്ടോയിൽ കയറുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണിക്കുന്ന രംഗം നമ്മുടെ വിക്രമും ടീമും എല്ലാവരും കൂടെ ഈ ഫാർമസിയിൽ ചെന്നിട്ട് മരുന്നുകളൊക്കെ മേടിച്ച് കളക്ട് ചെയ്യുന്നു. അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ എല്ലാ ലേബലും റീലേബിൾ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഡേറ്റ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് ആ ഡേറ്റ് മാറ്റി പുതിയ ഒരു ലേബൽ ഒട്ടിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് അവർ അന്വേഷിച്ചിടത്തോളം ഇത് ഒരു ആളുടെ ഒരു ഗോഡൗണിൽ ഇതിങ്ങനെ ചെയ്യുന്നതാണെന്നും സത്യചന്ദ്രൻ എന്ന പേരുള്ള ഒരാളാണ് ഇതിൻ്റെ പിന്നിലെന്നും അവർക്ക് ഇതിനു വേണ്ടി പ്രത്യേക ഒരു ഗോഡൗൺ അവർ ഉണ്ടെന്നും അവിടെയാണ് ഇതിൻ്റെ ഈ സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വിക്രമും ജോസഫും രാജേട്ടനും എല്ലാവരും കൂടെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇയാളെ എവിടെയാണെന്നും ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം എന്നുള്ളതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു ഫാർമസി മരുന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഫാർമസികളിൽ വരുമല്ലോ. അപ്പോൾ ഇവർ രണ്ട് ടീമായിട്ട് ഇങ്ങനെ മാറി നിന്നപ്പോൾ ഒരു ഒമിനി വാനിൽ വന്ന് മെഡിക്കൽ ഷോപ്പിലെത്തി മരുന്നുകളൊക്കെ അവർ ഇറക്കുകയാണ് ബോക്സിൽ. അപ്പോൾ രാജേട്ടൻ ചെന്നിട്ട് പതുക്കെ ചോദിക്കും, ഇതെന്താ മോനെ? അത് ഗുളികളാണ്, പാരസെറ്റമോളിൻ്റെ ഗുളികളായിട്ടാണ് ഐറ്റം വന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ചുമന്ന് മെഡിക്കൽ ഷോപ്പിലോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവർ പതുക്കെ ബൈക്ക് കൊടുത്തുകൊണ്ട് ഈ വണ്ടി ഇതിന് ശേഷം തിരിച്ചു പോകുന്നുണ്ടല്ലോ, ഫാർമസിയിൽ അല്ല മെഡിക്കൽ ഷോപ്പിൽ ഇറക്കിയിട്ട് വണ്ടി പോകുന്നുണ്ട്. ആ വാനിനെ പിന്തുടർന്ന് അവരിങ്ങനെ പോവാണ്. അങ്ങനെ അവർ പോയി ആ ഗോഡൗണിൻ്റെ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വേദ നമ്മുടെ രാധയുടെ ഓട്ടോയിൽ കയറാണ്ട് വേറൊരു ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ രാധയ്ക്കൊരു സംശയം, എന്തോ ഒരു പന്തികയുടെ മണക്കുന്നുണ്ടല്ലോ, എവിടെയാണ് പോകുന്നതെന്നുള്ളത് എന്തായാലും കണ്ടുപിടിച്ചെടുക്കണം. അങ്ങനെ വേദ പോയ ഓട്ടോയെ ഫോളോ ചെയ്ത് നമ്മുടെ രാധ പോവാണ്. അങ്ങനെ പോയി അവസാനം എത്തുന്നത് നമ്മുടെ ശ്രീനി സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ എത്തിച്ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറ് കുളിക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ വേദ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ രാധ കുറച്ചപ്പുറമായിട്ട് മാറി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ശ്രീനി സാറിൻ്റെ വീട്ടിലാണ് വേദ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം രാധയ്ക്ക് മനസ്സിലായി. അതിനുശേഷം രാധ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാറ് വരുന്നുണ്ട്. അപ്പോൾ ശ്രീനി സാറിൻ്റെ വൈഫാണ് വന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി വീട്ടിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ വേദ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ വേദ, മോളെന്തേ വന്നിട്ട് ഇവിടെ നിൽക്കുന്നത്? ഇല്ല, സാറ് ഫ്രഷ് ആവുകയാണെന്ന് പറഞ്ഞു. അതിനെന്താ അകത്ത് കയറിയിരിക്കുമെന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടിരുത്തുമ്പോഴേക്കും ശ്രീനി സാറ് കുളിച്ച് ഫ്രഷായി കടന്നു വരികയാണ്. വരൂ വേദമോൾ വരൂ, ഇരിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ചായ എടുക്കാൻ പറഞ്ഞു. വേണ്ട, ചായ വേണ്ട, എന്തായാലും എനിക്ക് വേണം, അതുകൊണ്ട് എന്തായാലും ഒരെണ്ണം വേദയ്ക്കും കൂടെ എടുക്കുമെന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. എൻ്റെ വേദ ആരോട് ചോദിക്കും, എന്താണ് വന്ന കാര്യമെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നതാണ്, ഞാൻ വിവാഹം കഴിഞ്ഞ് ഇത്ര വർഷമായി, ഞാനൊരു ജീവിതം എന്താണെന്ന് ഞാനോ വിക്രമോ ഇതുവരെ ഒരു വിവാഹ ജീവിതം ഞങ്ങൾ ജീവിച്ചിട്ടില്ല. കാര്യം വിക്രം സാറിന് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം പിതാവിൻ്റെയോ നാട്ടുകാരുടെയോ മുന്നിൽ പോലും ഒരു റൗഡി എന്നൊരു പേരാണ് എൻ്റെ ഭർത്താവിനുള്ളത്. എൻ്റെ ഒരു ഭർത്താവ് സാധാരണ ഒരു ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ഒരാളായി മാറണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മോക്ക് അവനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ശ്രീനി സാറ് ചോദിക്കുന്നുണ്ട്. ഞാൻ എത്ര തന്നെ സംസാരിച്ചാലും അതിൽ ബലം ഉണ്ടാകില്ല എന്ന് സാറിന്
തന്നെ അറിയാമല്ലോ, പിന്നെ എന്തിനാണ് പരിഹസിക്കുന്നത്? അയ്യോ മോളെ, ഞാൻ പരിഹസിച്ചതല്ല, നിന്നോട് പറഞ്ഞതാണ്. കാരണം എനിക്കറിയാം നല്ല വിദ്യാഭ്യാസവും യോഗ്യതയുള്ളൊരു പയ്യനാണ് വിക്രമെന്നും അവന് നല്ലൊരു ജോലി കിട്ടുമെന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷേ സാറ് അവനെ പിടിച്ചു വെച്ചിരിക്കുന്നിടത്തോളം കാലം വിക്രം ഒരിക്കലും ഇതിൽ നിന്ന് മാറി പിന്തിരിഞ്ഞ് വരില്ല. ഞാൻ ആരെയും ഇവിടെ പിടിച്ചു കെട്ടിയൊന്നും വച്ചിട്ടില്ല എന്ന് ശ്രീനി സാറ് പറയുന്നുണ്ട്. അപ്പോൾ മേഡം വന്നിട്ട് പറയുന്നുണ്ട്, ആൾക്കാർ പലതും പറയും വേദേ, നമ്മളതൊന്നും നോക്കണ്ട. ഇവിടെ ശ്രീനിയേട്ടനെ കുറിച്ച് ആൾക്കാർ എന്തെല്ലാം പറയുന്നു, പക്ഷേ ശ്രീനിയേട്ടൻ ചെയ്യുന്നത് നാടിന് നന്മയുള്ള കാര്യങ്ങളല്ലേ. ആ നന്മയുണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ പിന്നിൽ നീതി ന്യായവും കൂടെ നമ്മൾ നോക്കണം. നമ്മൾ തന്നെ സ്വയം നീതി ന്യായവും ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് കോടതിയും പോലീസും ഒന്നും വേണ്ടല്ലോ എന്ന് വേദ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീനി സാറും വേദയും തമ്മിൽ കുറേ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. വേദ വന്നിരിക്കുന്നത് ശ്രീനി സാറിനെ കണ്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ ഭർത്താവിനെ വിട്ടുതരണമെന്നും ഇതുപോലെയുള്ള അടിപിടി ഗുണ്ടാ കേസുകൾക്ക് ഇനി ഒരിക്കലും സാറ് വിക്രമിനെ വിളിക്കരുതെന്നും പറയാനാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാധ മറഞ്ഞു നിന്ന് ജനലിൽ കൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാഹോ ഇവൾ ഇത്രയ്ക്കായോ, ഇതെല്ലാം വിക്രമിനെ ഇപ്പം തന്നെ അറിയിക്കണമെന്നുള്ള രീതിയിൽ രാധ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രീനി പറയാമല്ലോ, നമ്മുടെ വേദ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും സാറിനോട്, സാറ് എന്തായാലും സാർ ഇതിനൊരു തീരുമാനം എത്തിത്തരണം. എൻ്റെ ഒരു ജീവിതം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം. വിക്രമിനെ സ്വന്തം പിതാവിൻ്റെ മുന്നിൽ പോലും ഒരു ഗുണ്ട, നാട്ടുകാരുടെ മുന്നിലും ഒരു റൗഡി എന്ന ചീത്ത പേരാണുള്ളത്. ആ പേരൊന്ന് മാറ്റി എടുക്കണം എന്ന് വേദ ശ്രീനി സാറിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഒരു താങ്ങായിട്ട് വന്നിട്ടില്ല. നീതി നടപ്പാക്കുന്ന നിൻ്റെ അച്ഛൻ എപ്പോഴും നീതിപരമായിട്ടാണോ ഓരോ വിധിയും വിധിക്കുന്നതെന്ന് വേദയോട് ചോദിക്കുന്നുണ്ട്. അതായത് ശങ്കരൻ ജഡ്ജി. അതെ, എൻ്റെ അച്ഛൻ ഇന്ന് വരെ നടപ്പാക്കിയിട്ടുള്ള എല്ലാ നീതികളും ന്യായമായിട്ടാണ്. എങ്കിൽ 7 വർഷത്തെ തടവ് വിധിച്ച വിക്രം നിൻ്റെ അച്ഛൻ നൽകിയത് നീതിയല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ അറിയാത്തൊരു വിഷയമാണ്. എനിക്ക് ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീനി സാറിനോട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ വേദ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കേട്ട് പിടിച്ച് രാധ അപ്പം തന്നെ അവിടെ നിന്ന് എസ്കേപ്പായി നമ്മുടെ വിക്രമിനെ അറിയിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിനിടയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ വിക്രമും ടീമും ആ വേനെ ഫോളോ ചെയ്ത് വന്നിട്ട് പുറത്ത് നിന്ന് നമ്മുടെ ഈ സത്യചന്ദ്രൻ എന്ന് പറഞ്ഞ ഫാർമസിയുടെ മെയിൻ അയാളാണല്ലോ ഈ റീസപ്ലൈ ചെയ്യുന്നത്. അയാളെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്തു നിന്നാണ്, എനിക്ക് കുറച്ച് മരുന്ന് വേണം, ഞാൻ ഗോഡൗണിൽ വന്ന് എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ്, എന്തിനാ ഗോഡൗണിലൊന്നും പറയണ്ട, വന്ന് ഇവിടെ ഞങ്ങളുടെ വിൽക്കുന്ന സ്ഥലത്തു നിന്ന് മേടിച്ചോളൂ. ഇല്ലില്ല, ഞാൻ ഇപ്പം തന്നെ ഗോഡൗണിലോട്ട് വരാമെന്ന് പറഞ്ഞ് വിക്രം ഫോൺ അയാളുടെ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സത്യചന്ദ്രൻ അവരുടെ ബാക്കി ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു, എടാ ഒരുത്തം വിളിച്ചിട്ടുണ്ട്, എന്തോ പന്തികേട് മണക്കുന്നുണ്ട്, നിങ്ങളൊന്ന് റെഡിയായിട്ട് നില്ല, ഒരു കാര്യം ചെയ്യേ, നിങ്ങളെല്ലാ പേരും ഇവിടെയൊക്കെ അടച്ച് പൂട്ടിയിട്ട് വെളിയിൽ നിൽക്കുക, അവൻ വരികയാണെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം തുറന്നകത്ത് കയറിയാൽ മതി. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയം തന്നെ നമ്മുടെ വിക്രമും ടീമും അതിക്രമിച്ച് കയറുകയും അവിടെ മതിയായ ഒരു സ്റ്റണ്ട് ഉണ്ടാവുകയും സത്യചന്ദ്രനെ പിടിച്ച് ഇടിച്ച് റെഡിയാക്കി, നീയാണോ ഈ നാട്ടിൽ ഇത്രയും ആൾക്കാർക്ക് ബുദ്ധിമുട്ടും ഈ വിഷം കൊടുത്ത് നീ ആൾക്കാരെ ഇല്ലാണ്ടാക്കി ഇത്രയും അത്യാഹിന്യത നിലയിലെത്തുന്നത്, നീയൊക്കെയാണോടാ, ഇന്നുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ചോണം, നീ സ്റ്റോക്ക് കൊടുത്തിട്ടുള്ള എല്ലാ ഫാർമസിയിൽ നിന്നും സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്തെല്ലാം നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വിക്രം കുറച്ച് പെട്രോളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവിടെ വെച്ചിരുന്ന എല്ലാ ഗോഡൗണിലെയും മരുന്നുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങ് കത്തിക്കുകയാണ്. അപ്പോൾ ആ ഒരു രംഗവും ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ വേദ സ്വന്തം ഭർത്താവിനെ തിരിച്ച് നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ശ്രീനി സാറിൻ്റെ അടുത്ത് ചെല്ലുകയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടുപിടിച്ച രാധ ഇത് വിക്രമിനെ അറിയിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി ഇതറിഞ്ഞു കഴിയുമ്പോൾ വിക്രമിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇനി വേദയോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാനൊരു ഇൻട്രോ പ്രൊമോയാണ് പറഞ്ഞത്. ഇന്ന് വരാനിരിക്കുന്ന കുറച്ചും കൂടെ വിശദമായിട്ടാണ് നമ്മൾ സീരിയലിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഇൻട്രോ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എത്രത്തോളം വേദയുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ, വന്ന അവസ്ഥ എത്രത്തോളം വിക്രമനിൽ നിന്നും വേദ നേരിടേണ്ടി വരുമെന്നും, കിട്ടിയ അവസരം മുതലാക്കിയ രാധയ്ക്ക് ഇതൊരു വലിയ സന്തോഷമാവുകയും ശ്രീനി സാർ ഒരിക്കലും വേദേനെ ഒരു
കുറ്റമായി കാരണം വന്നതിൽ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹം വയ്ക്കുന്നില്ല. കാര്യം ആ കുട്ടി അതിൻ്റെ ജീവിതം ഒന്ന് തിരിച്ച് കിട്ടാൻ വേണ്ടി വന്ന രീതിയിൽ അദ്ദേഹം വേദയെ പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകൾ ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുവരേക്കും നമുക്ക് ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.